ഹലോ, വെൽക്കം ബാക്ക് ടു നിയാസറാസ് കുക്ക് ബുക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ്. ഞങ്ങൾ പോയത് ഊട്ടി വയനാടാണ് പോയത്. 23 ഡിസംബറിനാണ് കേട്ടോ ഞങ്ങളിവിടെ നിന്ന് പോയത്. അത്രയും പഴയ വീഡിയോയാണ്. അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടും ഫ്രീ ആയില്ലായിരുന്നു. ട്രിപ്പ് പോയി വന്നിട്ടും പിന്നെയും ഒരുപാട് യാത്രകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇപ്പോഴാണ് ഒന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ ഒന്ന് ഫ്രീ ആയത്. ഞങ്ങളിവിടുന്ന് 23 ഡിസംബറിന് ഞങ്ങൾ എടപ്പള്ളിയിൽ നിന്നാണ് പോയിട്ട് ഞങ്ങൾ കോഴിക്കോട് പോയി. എന്നിട്ട് അവിടെ സ്റ്റേ ചെയ്തു കേട്ടോ. കോഴിക്കോട് ചെന്നിട്ട് അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് കാരണമാണ് കോഴിക്കോടേക്ക് പോയത്. അപ്പോൾ ഇത് ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് സെറ്റ് ചെയ്ത ഒരു യാത്രയൊന്നും ആയിരുന്നില്ല, പെട്ടെന്നായിരുന്നു. പോകുന്നതിൻ്റെ തലേന്നാണ് ഒക്കെ പറയുന്നത് ലീവുണ്ട്, നമുക്ക് പോയിട്ട് വരാം 2-3 ദിവസത്തേക്കെന്നൊക്കെ. അങ്ങനെ ഒരു 3-4 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ ഞാൻ പാക്ക് ചെയ്തു. പെട്ടെന്നായതുകൊണ്ട് തന്നെ ഈ പാക്കിങ്ങൊക്കെ ഇച്ചിരി പാടായിരുന്നു. എന്നിട്ട് അതുകൊണ്ട് തന്നെ ഫുഡൊന്നും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയില്ലായിരുന്നു. സാധാരണ ഒരു ട്രിപ്പ് പോകുമ്പോഴേക്കും ഏർലി മോർണിംഗിൽ ഇറങ്ങുക. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് ഇറങ്ങിയത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ കോഴിക്കോടേക്കാണ് പോകുന്നത്. കോഴിക്കോട് ഒരു ദിവസം സ്റ്റേ ചെയ്യുമെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഒരുപാട് നേരത്തെ തന്നെ തിരക്ക് പിടിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അപ്പോൾ അതൊക്കെ പോയാൽ മതിയല്ലോ. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്തായാലും ലഞ്ചിൻ്റെ ടൈം ആയപ്പോഴേക്കും ഞങ്ങൾ മലപ്പുറം എത്തി. മലപ്പുറം കോട്ടക്കൽ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പൈസി ആയിട്ട് അതിൻ്റെ ഒരു മസാലയൊക്കെ നല്ല പെപ്പറിൻ്റെ ഒരു ടേസ്റ്റ്, പെപ്പർ ഇട്ടിട്ടുള്ള ഒരു ടേസ്റ്റായിരുന്നു. നല്ല സ്പൈസി ആയിരുന്നു. അപ്പോൾ അവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഈ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് നല്ല നല്ല പ്ലേസസ് ഉണ്ടായിരുന്നു, കാണാൻ പറ്റിയ നല്ല ഭംഗിയുള്ള പ്ലേസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങി അതൊക്കെ കണ്ട് പതുക്കെയാണ് യാത്ര ചെയ്തത്. അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ഞാനിതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ സെക്കൻഡ് ടൈമാണ് കേട്ടോ കോഴിക്കോട് പോകുന്നത്. ഇതിനു മുമ്പ് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് കറങ്ങാനോ കാണാനോ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ കോഴിക്കോട് വന്നതിന് ശേഷം അത്യാവശ്യം കോഴിക്കോടൊക്കെ ഒന്ന് കറങ്ങി കണ്ടു കേട്ടോ. ഞങ്ങൾ കോഴിക്കോട് പാരമൗണ്ട് ടവറിലാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ ഞാനിനി റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. യാത്ര ചെയ്ത് വന്നപ്പോഴേക്കും എല്ലാവരും ടയേർഡായിട്ടുണ്ട്. ഞങ്ങൾ വന്ന പാടെ തന്നെ കയറി കിടന്നൊന്ന് ഉറങ്ങി കേട്ടോ. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമാണ് പിന്നെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയത്. കോഴിക്കോടൊക്കെ ഒന്ന് കാണാനായിട്ട് ബീച്ചിലും അതുപോലെ മിഠായി തെരുവിലും ഒക്കെ ഒന്ന് കറങ്ങി. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ബീച്ചിലേക്കൊക്കെ ഒന്ന് പോകുന്നത്. ലോക്ക്ഡൗൺ ആയതിനു ശേഷം പിന്നെ ബീച്ചിലേക്കൊന്നും പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം 2019 പോയതെന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ പൊതുവേ ഞങ്ങൾ ബീച്ചിൽ പോകുന്നത് കുറവാണ്. പിന്നെ ലോക്ക്ഡൗൺ ആയിട്ട് പിന്നെ ഒട്ടും പോകാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്മ നന്നായിട്ടിരുന്ന് കളിക്കുകയാണ്. ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ റഹ്മത്ത് ഹോട്ടലിലേക്കാണ് കേട്ടോ പോയത്. അവിടെ പോയിട്ട് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു. അവിടുന്ന് കല്ലുമക്ക ഫ്രൈ കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെന്ന ദിവസം അവിടെ അതുണ്ടായിരുന്നില്ല.
അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ മിഠായി തെരുവൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ബീച്ചിലേക്ക് പോയി. ബീച്ചിലൊക്കെ കറങ്ങിയിട്ട് കുട്ടികളെയൊക്കെ കളിപ്പിച്ചതിന് ശേഷം വീണ്ടും മിഠായി തെരുവിൽ പോയി. അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ടാണ് പിന്നെ റൂമിലേക്ക് പോയത്. അപ്പോൾ മിഠായി തെരുവിൽ പോയ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. സത്യത്തിൽ വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡിലായിരുന്നില്ല. സത്യത്തിൽ അവിടെയൊക്കെ കണ്ട് നല്ല വൃത്തിയുള്ള വഴികളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാനായിട്ട്. 2 സൈഡിലും കടകളും ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടങ്ങനെ നടന്ന കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ബീച്ചിലും അതുപോലെ മിഠായി തെരുവിലും ഒക്കെ ഒന്ന് കറങ്ങി വന്ന് റൂമിലെത്തി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ടയേർഡായി. പിന്നെ റൂമിലേക്ക് തന്നെ ഫുഡൊക്കെ വരുത്തിച്ചു. അവിടെ ഇരുന്ന് തന്നെ കഴിച്ചിട്ട് ഞങ്ങൾ നേരത്തെ കിടന്ന് ഉറങ്ങി. കാരണം അടുത്ത ദിവസം ഏർലി മോർണിംഗിൽ തന്നെ ഞങ്ങൾക്ക് വയനാടേക്ക് യാത്ര ചെയ്യണമായിരുന്നു. അതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാവരും കിടന്നുറങ്ങി. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി വയനാടേക്ക് പോയതാണ്. വയനാട് 900 കണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് വയനാടേക്കൊക്കെ പോകുന്നത്. നല്ല പ്ലേസാണ് കേട്ടോ. കാടും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഈ കാട്ടിൽ യാത്രയൊക്കെ. അപ്പോൾ വയനാട് എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.